അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൂത്, ദൈവത്തിന്റെ വചനത്തിന്റെ ആലോചന നമ്മുടെ ഹൃദയത്തിന് ബലവും ഉറപ്പും നൽകത്തക്ക നിലയിൽ പ്രത്യാശ വർദ്ധിക്കുന്ന, വിശ്വാസം വർദ്ധിക്കുന്ന നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 14 അധ്യായം 22 വാക്യം, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴവും ശക്തമായി ഇടപെടുന്ന ദൂത്, വിശ്വാസത്തിൽ നിലനിൽക്കണം. അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്ന ദൂത്, കഷ്ടങ്ങളിലൂടെ വാഗ്ദത്തങ്ങളിലെത്തിക്കുന്ന ദൈവം. ഇപ്പോൾ ആയിരിക്കുന്ന കഷ്ടതയിൽ, ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ ദൈവം അടുത്തത് ചെയ്യാൻ പോകുന്നത് ആ കഷ്ടങ്ങളിൽ കൂടെ തകർന്നു പോകുന്ന അനുഭവമല്ല, ആ കഷ്ടങ്ങളിൽ കൂടെ ജീവിതശൂന്യമായി ജീവിതം തീർന്നു പോകുന്ന തലമല്ല, ആ കഷ്ടങ്ങളിൽ കൂടെ ദൈവത്തിന്റെ വിലയേറിയ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്തുന്നു. അതിശക്തമായി പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് ദൂത് ഇടപെടുക. ഈ കഷ്ടങ്ങളിൽ കൂടെ ദൈവം ഒരുക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങളിലേക്കാകുന്നു എന്ന ഒരു ദർശനം, കാഴ്ചപ്പാട് അകത്തെ മനുഷ്യനിൽ ഹൃദയത്തിന്റെ തലങ്ങളിൽ വെളിപ്പെട്ട നിശ്ചയ ദൈവത്തിന്റെ വൈതിലെ ധൈര്യം പ്രാപിക്കുന്ന, ബലപ്പെടുന്ന ഒരു ദിവസമായി മാറാൻ പോവുക. ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ അടിമ വീട്ടിൽ വലിയ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കഷ്ടങ്ങളിൽ കൂടെ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തത് കനാൽ ദേശമാണ്. പാലും തേനും ഒഴുകുന്ന മനോഹരമായ കനാൽ ദേശം. ചെങ്കടലുണ്ട്, മാറയുണ്ട്. ആ കഷ്ടങ്ങളിൽ കൂടെയെല്ലാം കർത്താവ് കടത്തിവിടുമ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കുന്ന വാഗ്ദത്ത ദേശം. യോസഫിന്റെ ജീവിതത്തിലും കഷ്ടങ്ങളിൽ കൂടെ മിസ്രൈമിന്റെ അധിപതിയായി ആ വാഗ്ദത്തം നിറവേറിയത് കഷ്ടങ്ങളിൽ കൂടെയാ. ദൈവത്തിന്റെ വൈതിലെ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വിലയേറിയ ദൂത്, ഈ കഷ്ടത തകർത്ത് കളയാനല്ല, ഈ കഷ്ടത ഉടച്ചു കളയാനല്ല, ഈ കഷ്ടതയിൽ അസ്തമിച്ചു പോകുവാനല്ല. ജീവിതസ്ഥിതി ഈ കഷ്ടങ്ങളിൽ കൂടെ ഇതാ ദൈവത്തിന്റെ അതിമഹത്തായ വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം നടത്തുന്നത്, ദൈവം എത്തിക്കുന്നത്, ദൈവം കൊണ്ടുപോകുന്നത്. ഇന്ന് വചനത്തിന്റെ ആഴങ്ങളിൽ മുറുകെ പിടിക്കുന്ന ദൈവത്തിന്റെ വൈദ്യന്റെ ജീവിതത്തിലെ സ്ഥിതികൾക്ക് അസാധാരണമായ മാറ്റങ്ങളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുക. പതറിപ്പോകണ്ട, ഇടറിപ്പോകണ്ട, ഭയപ്പെട്ടു പോകണ്ട. ഇന്ന് മനോഭീതിയോടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ വൈതിലെ വചനമേറ്റെടുക്കട്ടെ, ആഴമായി വിശ്വസിക്കട്ടെ. ഈ കഷ്ടങ്ങളിൽ കൂടെ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ പോകുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കുക, അഭിഷേകത്തിൽ നിലനിൽക്കുക, പ്രാർത്ഥനയിൽ നിലനിൽക്കുക, വിശുദ്ധിയിൽ നിലനിൽക്കുക, ദൈവസ്നേഹത്തിൽ നിലനിൽക്കുക, വചനത്തിൽ നിലനിൽക്കുക, പ്രത്യാശയിൽ നിലനിൽക്കുക. ദൈവത്തിന്റെ വൈതിലെ ദൈവത്തിന്റെ ദൂത് ആഴമായി ഏറ്റെടുക്കട്ടെ. വിശ്വാസത്തിൽ ഞാൻ നിലനിൽക്കണം. ഈ സാഹചര്യത്തിന്റെ നടുവിൽ, ഈ പ്രതിബന്ധത്തിന്റെ നടുവിൽ ഞാൻ വിശ്വാസത്തിലാണോ നിലനിൽക്കുന്നത്? ജീവിതത്തിൽ വിശ്വാസത്തിലാണോ ഞാൻ നിൽക്കുന്നത്? ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല, ഒട്ടും ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ദൈവം ഈ കഷ്ടങ്ങളിൽ കൂടെ എന്നെ വാഗ്ദത്തങ്ങളിലെത്തിക്കുന്ന ദൈവ, നന്മയിലെത്തിക്കുന്ന ദൈവ, അനുഗ്രഹങ്ങളിലെത്തിക്കുന്ന ദൈവ. ദാവീദിന്റെ ജീവിതത്തിലും വനാന്തരത്തിലെ ആ കഷ്ടത, ഒറ്റപ്പെടലിന്റെ ആ കഷ്ടതയിൽ കൂടെ ദൈവം മാനിച്ചില്ലേ?
ദൈവം വാഗ്ദത്തം ഒരുക്കി കൊടുത്തില്ലേ, രാജാവാക്കി മാറ്റിയില്ലേ. ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ ചില കുടുംബങ്ങളോട്, ചില തലമുറകളോട് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയോർത്ത് ഒരുപാട് ദുഃഖിക്കുന്നവരോട്, ഒരുപാട് സങ്കടപ്പെടുന്നവരോട് ദൈവത്തിൻ്റെ ശബ്ദം ഇതാ, ദൈവത്തിൻ്റെ ദൂതാ, ദൈവത്തിൻ്റെ ആലോചനയാ. ഈ കഷ്ടങ്ങളിലൂടെ ഇതാ വാഗ്ദത്തങ്ങളുടെ നിവർത്തി, ദൈവ പദ്ധതികളും ദൈവിക പ്ലാനുകളും ജീവിതത്തിൽ നിറവേറാൻ പോകുന്നു. ബലപ്പെടട്ടെ, ധൈര്യപ്പെടട്ടെ, വിശ്വാസത്തിൽ നിലനിൽക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. മഹത്വം കാണും, ദൈവിക ഇടപെടൽ കാണും, ദൈവത്തിൻ്റെ കരുതൽ കാണുവാൻ ഇടയായിത്തീരും. കർത്താവ് സഹായിക്കുക. പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തകർന്നിരിക്കുന്ന, ഹൃദയമുടഞ്ഞിരിക്കുന്ന ജീവിതങ്ങളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ദൈവിക ഇടപെടൽ ഈ ദിവസം സംഭവിക്കട്ടെ. ഈ വചനത്തിലൂടെ ഒരു വിടുതൽ നടക്കട്ടെ, ഒരു ദൈവപ്രവർത്തി നടക്കട്ടെ. ഈ കഷ്ടത തകർക്കുവാനല്ലോ, ഉടച്ചു കളയാനല്ലോ, ദൈവ പദ്ധതിക്കാണല്ലോ, വാഗ്ദത്തങ്ങൾക്കാണല്ലോ. കർത്താവ് ജനത്തെ ബലപ്പെടുത്തണം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവിക വിടുതലിറങ്ങട്ടെ. ദൈവത്തിൻ്റെ കര ഓരോ ജീവിതങ്ങളെ തൊടുവാൻ പ്രാർത്ഥിക്കുക. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രോഗമേഖലകൾ സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായ രോഗശാന്തി വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലായി തീരട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണം. കർത്താവേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.